ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോയാണ്. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ നമുക്കൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കോൺഫ്ലവർ, ഉപ്പ്, ഇതെല്ലാം കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതാണ് ഇതിൻ്റെ മസാല. അതേ എണ്ണയിൽ തന്നെ ക്യാപ്സിക്കം, സവാള, ക്യാരറ്റ്, കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കണം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെന്തുവാ ഉണ്ടാക്കാൻ വേണമെന്ന് വഴിയെ പറഞ്ഞുതരാം, ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇത് നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ട് വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചതിനകത്ത് കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാലോ, ചിക്കൻ പാസ്തയാണ്. പാസ്ത കൊണ്ട് ഇടുന്നുണ്ട്. അത് അവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ പാത്രത്തിൽ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി, മന്തി മസാല, ഇതൊക്കെ ഇത്രയും വേണമെങ്കിൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ പാസ്ത അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതങ്ങോട്ട് പച്ചമണം മാറുന്നത് നമുക്ക് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു 4-5 കോഴിമുട്ട ഇടണം. അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ചിക്കി തോക്കി എടുക്കണം. നമ്മൾ മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കുക അതുപോലെ ഇങ്ങനെ ആക്കി എടുത്തിട്ട് നല്ലത്. ഇത് ഇനി മൊത്തത്തിൽ മസാലയെല്ലാം കൂടെ പിടിച്ച് വരുമ്പോൾ നമുക്ക് ആ നേരത്തെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ, അതിന് കുറച്ച് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതും അതിനകത്തോട്ട് ആഡ് ചെയ്യണം. ഇത് നല്ല രീതിയിൽ എല്ലാം കൂടെ മിക്സായി വന്നിട്ട് നമുക്ക് മാറ്റി വെച്ച പാസ്ത ഇങ്ങോട്ട് അതിനകത്തിട്ട് കൊടുക്കണം. അപ്പം നമുക്ക് മല്ലിയില വേണമെങ്കിൽ ഇടാം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല. അപ്പം ഈ സോയാ സോസ് വേണമെങ്കിൽ സോയാ സോസ് ചേർക്കാം. തക്കാളി സോസ് മസ്റ്റായിട്ട് ഇടണം. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിപൊളി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. അടുത്ത വീഡിയോ കാണാൻ. ടാറ്റാ, ബൈ ബൈ.